വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ആക്ടിവിറ്റി 1. Identify and write the lines from the poem related to the pictures given below. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. എന്തിന്റെ പിക്ചേഴ്സ് ആണുള്ളത്? ട്രീസ്, ഫ്ലവർ, മൗണ്ടെയിൻ. ഈ പിക്ചേഴ്സുമായി ബന്ധപ്പെട്ട ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുള്ള പോയത്തിലുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. നമുക്ക് ഈ പോയം റീഡ് ചെയ്യാം. Nature speaks to me. The beauty of the trees, the softness of the air, the fragrance of the grass speaks to me. The summit of the mountain, the thunder of the sky, the rhythm of the sea speaks to me. The fitness of the stars, the freshness of the morning, the dewdrop on the flower speaks to me. എന്താണ് ഈ പോയം? സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു. ആരൊക്കെയാണ് സംസാരിക്കുന്നത്? The beauty of the trees, the softness of the air, the fragrance of the grass. പിന്നെ the summit of the mountain, the thunder of the sky, the rhythm of the sea, the faintness of the stars, the freshness of the morning, the dewdrop on the flower. മൗണ്ടൈനുമായി റിലേറ്റ് ആയിട്ടുള്ള വരി ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഏതാണ് ആ വരി? The summit of the mountain. അതുപോലെ ട്രീയുമായി ബന്ധപ്പെട്ട ലൈൻ ഏതാണ്? The beauty of the trees. ഫ്ലവറുമായി റിലേറ്റ് ആയിട്ടുള്ള ലൈൻ ഏതാണ്? The dewdrop on the flower. Activity 2. Read what Dorothy has written about her pet. ഡോറോത്തി അവളുടെ പെറ്റിനെ കുറിച്ച് എഴുതിയത് നോക്കൂ. ഡോറോത്തിയുടെ പെറ്റ് ഏതാണ്? ടോട്ടോ ആണല്ലേ. ടോട്ടോ ഈസ് എ ഡോഗ്. അപ്പോൾ നമുക്ക് ഡോറോത്തി ഡോഗിനെ കുറിച്ച് എഴുതിയത് നമുക്ക് വായിക്കാം. ടോട്ടോ ഈസ് മൈ പെറ്റ് ഡോഗ്. ടോട്ടോ എന്റെ വളർത്തു നായയാണ്. ഹി ഈസ് വെരി ഫ്രണ്ട്ലി. അവൻ ഫ്രണ്ട്ലി ആണ്. ഹി ഈസ് സോ ലോയൽ. അവൻ വിശ്വസ്തനാണ്. ടോട്ടോ ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. ടോട്ടോ എന്റെ കൂടെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഹി ലൈക്സ് ടു ഈറ്റ് മീറ്റ്. അവന് മീറ്റ് ഇഷ്ടമാണ്. ഹി വാഗ്സ് ഹിസ് ടെയിൽ ഓൾവേസ്. അവൻ എപ്പോഴും വാലാട്ടുന്നു. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഡ്രോ യുവർ പെറ്റ് ആൻഡ് ഡിസ്ക്രൈബ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ പെറ്റിന്റെ ചിത്രം ഇവിടെ വരക്കുക. എന്നിട്ട് നിങ്ങളുടെ പെറ്റിനെ കുറിച്ച് എഴുതുക. മൈ പെറ്റ് ഈസ് കാറ്റ്. എന്റെ പെറ്റിന്റെ പേര് കിറ്റി എന്നാണ്. കിറ്റി ഈസ് മൈ പെറ്റ് കാറ്റ്. അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എങ്ങനെ എഴുതും? ഹി ഈസ് വെരി ഫ്രണ്ട്ലി. കാണാൻ നല്ല സുന്ദരനാണ്. ഹി ഈസ് വെരി ബ്യൂട്ടിഫുൾ. എന്റെ കിറ്റി എന്റെ കൂടെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. കിറ്റി ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. എന്റെ കിറ്റിക്ക് ഫിഷ് ഇഷ്ടമാണ്. ഹി ലൈക്സ് ടു ഈറ്റ് ഫിഷ്. അവൻ എപ്പോഴും എന്റെ കൂടെയാണ് ഉറങ്ങാറ്. ഹി സ്ലീപ് വിത്ത് മീ ഓൾവേസ്. ആക്ടിവിറ്റി 3. The wind lifted the house higher and higher. Dorothy looked out. What did she see? Describe the scene. ഡൊറോത്തിയുടെ വീട് കാറ്റിലൂടെ പറക്കുകയാണല്ലേ. അപ്പോൾ ഡൊറോത്തി പുറത്തേക്ക് നോക്കി. അപ്പോൾ അവൾ എന്തൊക്കെയാണ് കണ്ടത്? അത് ഇവിടെ എഴുതുക. ചിത്രത്തിൽ നോക്കൂ, എന്തൊക്കെയാണുള്ളത്? വലിയൊരു കാറ്റ് വീശിയിട്ടുണ്ടല്ലേ. The strong wind blew. വീടുകളുടെയൊക്കെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട്. The roofs of the houses are broken by the wind. മരങ്ങളൊക്കെ കടപുഴകി വീണിട്ടുണ്ട്. Trees fell down.
പശുക്കളൊക്കെ പേടിച്ചോടുന്നുണ്ട്. The cows are scared and run away. വലിയൊരു പാലം പുഴയിലേക്ക് തകർന്നു വീണിട്ടുണ്ടല്ലേ. A big bridge broken and fallen into the river. Activity 4. A short description is given about the land of the Munchkins. Some words are missing in it. Look at the picture and complete it. മച്കിൻസിന്റെ നാടിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ ചില വേർഡ്സുകൾ മിസ്സാണ്. ചിത്രം നോക്കിയിട്ട് മിസ്സിംഗ് വേർഡ്സിനെ കംപ്ലീറ്റ് ചെയ്യുക. ഏതൊക്കെ വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്? ഓവർ, അണ്ടർ, ഇൻ, ഓൺ. The land of the Munchkins is very beautiful. മച്കിൻസിന്റെ നാട് വളരെ ഭംഗിയുള്ളതാണ്. A kite is flying dash the tree. കൈറ്റ് മരത്തിന്റെ എവിടെയാണ് പറക്കുന്നുള്ളത്? മരത്തിന് മുകളിലാണ് പറക്കുന്നുള്ളത്. മുകളിൽ എന്നുള്ളതിനുള്ള വേർഡ് ഏതാണ്? ഓവർ. A kite is flying over the tree. A little munchkin is playing dash the tree. മച്കിൻ എവിടെയാണ് കളിക്കുന്നുള്ളത്? മരത്തിന് താഴെയാണ്. താഴെ എന്ന് പറയാൻ അണ്ടർ. A little munchkin is playing under the tree. A bird is sitting dash the branch of the tree. കിളികൾ എവിടെയാണ് ഇരിക്കുന്നുള്ളത്? മരത്തിന്റെ ബ്രാഞ്ചിലാണ്. A bird is sitting on the branch of the tree. Two little birds are dash the nest. കിളികൾ എവിടെയാണ് ഇരിക്കുന്നുള്ളത്? നെസ്റ്റിനകത്താണ്. അപ്പോൾ in. Two little birds are in the nest. Activity 5. Finally, Dorothy and Toto reached their village. Uncle and aunt were happy to see them. What would be the likely conversation between Dorothy and her uncle? ഡൊറോത്തിയും ടോട്ടോയും വില്ലേജിലേക്ക് തിരിച്ചെത്തി. അങ്കിളിനും ആന്റിക്കും അവരെ കണ്ടിട്ട് സന്തോഷമായി. അവർ തമ്മിലുള്ള സംഭാഷണം ഇവിടെ എഴുതുക. അങ്കിൾ എന്താണ് ചോദിക്കുന്നത്? Where were you, Dorothy? ഡൊറോത്തി, നീ എവിടെയായിരുന്നു? അപ്പോൾ ഡൊറോത്തി എന്ത് പറയും? ഞങ്ങളെ മൻസ്കിൻസിന്റെ അടുത്തായിരുന്നു. We were near the Munchkin. അപ്പോൾ അങ്കിൾ എന്താണ് ചോദിക്കുക? നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയത്? How did you reach there? അപ്പോൾ ഡൊറോത്തി എന്താ പറയുക? നമ്മുടെ വീട് പറന്നു പോയിട്ട് അത് മച്കിൻസിന്റെ അടുത്തേക്ക് എത്തി. Our house flying in the air and we reached there. It is Munchkin's land. അപ്പോൾ അങ്കിൾ എന്ത് ചോദിക്കും? ആരാണ് മഞ്ച്കിൻസ്? Who is Munchkins? അപ്പോൾ ഡൊറോത്തി എന്ത് പറയും? അവര് എന്നെക്കാളും ചെറുതാണ്, ടോട്ടോയെക്കാളും വലുതാണ്. അവരെ ഞങ്ങൾ എവിടെ സ്വാഗതം ചെയ്തു. കാരണം എന്താണ്? ഞങ്ങൾ അവരെ ദുർമന്ത്രവാദിയിൽ നിന്നും രക്ഷിച്ചു. ഇതിങ്ങനെ എഴുതാം. They were smaller than me and bigger than Toto. They welcomed us because we saved them from wicked witch. അപ്പോൾ അങ്കിൾ എന്താ ചോദിക്കുക? എങ്ങനെയാണ് നിങ്ങൾ മന്ത്രവാദിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? How you saved them from wicked witch? നമ്മളുടെ വീട് വിക്കഡ് വിച്ചിന്റെ മേലേക്ക് വീണു. അങ്ങനെയാണ് അവര് രക്ഷപ്പെട്ടത്. Our house landed on the wicked witch. She died. They saved from the witch. അപ്പോൾ അങ്കിൾ എന്ത് ചോദിക്കും? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ തിരിച്ചെത്തിയത്? How did you get back here? അപ്പോൾ ഡൊറോത്തി എന്താ പറയുക? ഞങ്ങളൊരു മജീഷ്യൻ സഹായിച്ചു. Helped a magician wizard of Oz. Oh, thank God.